ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. സ്നേക്ക് പ്ലാന്റ് എന്നാണ് നമ്മുടെ നാടുകളിൽ ഇത് കോമൺ ആയിട്ട് പറയുന്നത്. സെൻസിവേരിയ എന്നുള്ളൊരു പേരും കൂടി ഇതിനുണ്ട്. നമ്മുടെ നഴ്സറികളിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നഴ്സറികളിൽ ഇപ്പോൾ സുലഭമായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പം പല ഹൈബ്രിഡ് വെറൈറ്റിയിലും ഈ സ്നേക്ക് പ്ലാന്റ് ഉള്ളതെന്നാണ് ഒരു പ്രത്യേകത. പല കളർ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് എല്ലാവരും ഈ ഒരു ചെടീനെ വളർത്തുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് സ്നേക്ക് പ്ലാന്റ്. പല വെറൈറ്റിയിൽ പല കളറിൽ ഇത് നമുക്കിന്നിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഷേപ്പ് കൊണ്ട് തന്നെയാണ് ഇതിനൊരു സ്നേക്ക് പ്ലാന്റ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. എയർ പ്യൂരിഫൈ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. നമ്മുടെ ഇൻഡോറിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പകൽ സമയത്ത് ഇത് ഓക്സിജൻ വലിച്ചെടുക്കുകയും എന്നാൽ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലാന്റും കൂടിയാണ് നമ്മളുടെ എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് നല്ല അടിപൊളി പോട്ടിലൊക്കെ ആക്കിയിട്ട് നല്ല ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെയിലത്തും നന്നായിട്ട് വളരും. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡിലായിരിക്കുമല്ലോ, ഈ ഒരു ഷെയ്ഡിൽ ഇത് നന്നായിട്ട് വളരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വെയിലത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ലീഫിന് കുറച്ച് വേറെ കളറായിരിക്കും. പിന്നെ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ ഇൻഡോറിലായിട്ട് വെക്കുമ്പോൾ ഈ ലീഫിൻ്റെ ഷെയ്ഡിന് വേറൊരു മാറ്റവും വരാറുണ്ട്. പിന്നെ അത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിപ്പോൾ ഞങ്ങൾ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേയായി ഒരുപാട് വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് കാലം നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ കുറേ തൈകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി മാറ്റി ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പരിപാലനവും ഇടക്കിടക്കുള്ള വളപ്രയോഗം ഒന്നും ഈ ചെടിക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. ഒന്നും ചെയ്യാതെ തന്നെ ഒരുപാട് തൈകളും അതുപോലെ തന്നെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയോടെയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ഇൻഡോർ ആക്കിയായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെയിലത്തൊന്നും ആയിരിക്കില്ല ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടിയുടെ പോട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഈ പോട്ടിൽ കെട്ടിക്കിടന്ന് ഈ ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലീഫുകളിലൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും നശിക്കാതെ കുറേ കാലം നിൽക്കുന്ന ലീഫുകളൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെടി ലീഫിൻ്റെ നല്ല അറ്റത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് നോക്കിയിട്ട് ഈ ചെടി വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റ് തന്നെ പല വെറൈറ്റിയും ഉണ്ട്. ഇപ്പം വൈറ്റും ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. ഇതിലാണെങ്കിൽ യെല്ലോ ബോർഡറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ചെടി വലുതാവുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് വേറൊരു പുതിയൊരു തരത്തിലുള്ളൊരു സ്നേക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതൊരു ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി നടുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ്. ഇത് നമ്മളെ കയ്യിലില്ലായിരുന്നു. ഇതിൻ്റെ ലീഫിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നല്ല ഒരു നീണ്ടൊരു ലീവ്സാണ്. ഒരു കൂമ്പി നിൽക്കുന്നൊരു ടൈപ്പാണ്. വേരോട് കൂടിയിട്ടുള്ളൊരു തൈയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ആ പോട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലാണ് ആ ചെടി വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പൊട്ടി മിക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വളങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടി കൂടിയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഗാർഡനിങ് സോയിൽ എടുക്കുന്നുണ്ട്. കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ പൊട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ പൊട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമുക്ക് നമ്മളെ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഈ ചെടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഇൻഡോർ ആയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മനോഹരമാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ചെടി ഒന്ന് പിടിച്ചിട്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വെച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ സ്നേക്ക് പ്ലാന്റ് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ പോട്ടിൽ വെച്ചതായിരുന്നു കണ്ടത്.
നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റോ പോലെ സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ നേരെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോട്ടിലുള്ളത് അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് നട്ടു കൊടുത്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഈ ഒരു ആഗ്ലോണിമ പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിലത്തൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ മുളച്ച് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ചെറിയ പുതിയ തൈകളൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. പുതിയ ലീവ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ലീഫൊക്കെ നല്ല നീളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ല ലെങ്ത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മുടെ ടിപ്സൊക്കെ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ലീവ്സൊക്കെ നമ്മൾ ഒരുപാട് കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് തുടച്ചൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇൻഡോറിലായാലും നന്നായിട്ട് പൊടിയൊക്കെ തട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് തുടച്ചൊക്കെ കൊടുത്താൽ ഈ ഒരു ചെടീൻ്റെ ഷൈനിങ്ങും ആ ഒരു ഭംഗിയും നമുക്ക് എന്നും നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടാവുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.